അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. സസൈന്യം ഭരതം വാപി സമാഹൂയ സഹാനുജം ഹനിഷ്യാമോ വയം ശത്രും കിം ശോചസി വൃഥാഗ്രജ. രഘുണൈകരഥേനൈവ ജിതാ സർവാദിശഃ പുരാ തദ്വംശജ കഥം ശോകം കർത്തുമർഹസി രാഘവ. ഏകോഹം സകലാൻ ജേതും സമർത്ഥോസ്മി സുരാസുരാൻ കിം പുനഃ സസഹായോ വൈ രാവണം കുലപാംസനം. ജനകം വാസമാനീയ സാഹായ്യേ രഘുനന്ദന ഹനിഷ്യാമി ദുരാചാരം രാവണം സുരകണ്ഡകം. സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യാനന്തരം സുഖം ചക്രനേമിരിവൈകം തന്ന ഭവേദ് രഘുനന്ദന. മനോതികാതരം യസ്യ സുഖദുഃഖസമുദ്ഭവേ ന ശോകസാഗരേ മഗ്നോ ന സുഖീ സ്യാൽ കദാചന. ഇന്ദ്രേണ വ്യസനം പ്രാപ്തം പുരാ വൈ രഘുനന്ദന നഹുഷസ്ഥാപിതോ ദേവൈ സർവൈർമഖവത പദേ. സ്ഥിത പങ്കജമധ്യേ ച ബഹുവർഷഗണാനപി അജ്ഞാതവാസം മഖവാ ഭീതസ്ത്യക്ത്വാ നിജം പദം. പുനഃപ്രാപ്തം നിജം സ്ഥാനം കാലേ വിപരിവർത്തിതേ നഹുഷഃ പതിതോ ഭൂമൗ
ശാപാദജഗരാകൃതി ഇന്ദ്രാണിം കാമയാനസ്തു ബ്രാഹ്മണാനൗമന്യ ച അഗസ്ത്യകോപാൽ സഞ്ജാത സർപ്പദേഹോ മഹീപതി തസ്മാച്ഛോകോ ന കർത്തവ്യോ വ്യസനേ സതി രാഘവ ഉദ്യമേ ചിത്തമാസ്ഥായ സ്ഥാതവ്യം ഹി വിപശ്ചിത സർവജ്ഞോസി മഹാഭാഗ സമർത്ഥോസി ജഗത്പതേ കിം പ്രാകൃത ഇവാത്യർത്ഥ്യം കുരുഷേ ശോകമാത്മനി വ്യാസ ഉവാച ഇതി ലക്ഷ്മണവാക്യേന ബോധിതോ രഘുനന്ദന ത്യക്ത്വാ ശോകം തഥാത്യർത്ഥം ബഭൂവ വിഗതജ്വര. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഏകോനത്രിംശോऽധ്യായ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ജാനകീകാന്തസ്മരണം. ജയ് ജയ് രാമ രാമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതല്ലെങ്കിൽ ഭരതനെ സോദരനോടൊപ്പം കൂട്ടാം, ശത്രുവിനെ ഇല്ലാതാക്കാം, ദുഃഖിക്കരുതേ. രഘു ഏകനായി സർവദിക്കുകളും വിജയിച്ചു, രഘുവംശജനാം ഭവാൻ ദുഃഖിക്കുന്നുവോ? സുരാസുര സർവരെയും ജയിക്കുവാൻ സമർത്ഥൻ ഞാൻ, സഹായമായി ആളുമുണ്ട്, ജയം നിശ്ചയം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനകനെ കൂടി സഹായത്തിനായി വിളിച്ചിടാം, ദേവകണ്ഠകൻ രാവണനെ ഞാൻ കൊന്നിടും. സുഖത്തിനു ശേഷം ദുഃഖം തിരിച്ചുമതുപോലവേ, തേരിൻ ചക്രം പോലെയതു അസ്ഥിരമല്ലോ. സുഖദുഃഖമുണ്ടാകുമ്പോൾ മനസ്സു ചഞ്ചലമായാൽ, ദുഃഖാഴിയിൽ മുങ്ങും സുഖം ഇല്ലാതായിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവേന്ദ്രനു പോലും പണ്ടു ദുഃഖം ഉണ്ടായല്ലോ സുരർ, നഹൂഷനെ ഇന്ദ്രനായി പ്രതിഷ്ഠിച്ചല്ലോ.
ഭയപ്പെട്ടു ഇന്ദ്രൻ താമരയ്ക്കുള്ളിലായി കഴിഞ്ഞല്ലോ. ഏറെ കാലം ഈ വിധത്തിൽ കഴിഞ്ഞുവല്ലോ. കാലം അനുകൂലമായി ഇന്ദ്രസ്ഥാനം ലഭിച്ചല്ലോ. നഹൂഷൻ പെരുമ്പാമ്പായി അധപ്പതിച്ചു. ഇന്ദ്രാണിയെ കാമിച്ചതും മുനിമാരെ നിന്ദിച്ചതും അഗസ്ത്യ കോപത്താൽ രാജൻ സർപ്പമായി തീർന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യസനമുണ്ടായിടിലും വിഷമ വേണ്ട രാഘവ. അറിവുള്ളൊരുദ്യമത്തിൽ ഉറച്ചു നിൽക്കും. സർവജ്ഞനും സമർത്ഥനുമായ ഭവാനൊരിക്കലും പ്രാകൃതനെ പോലെ സദാ ദുഃഖിച്ചിടാമോ. വ്യാസം പറഞ്ഞു, ലക്ഷ്മണന്റെ വാക്കു കേട്ടു ബോധവാനായി തീർന്നു രാമൻ. ദുഃഖം വെടിഞ്ഞ ദേഹമോ ശാന്തനുമായി. ദുഃഖം വെടിഞ്ഞ ദേഹമോ ശാന്തനുമായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 313 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 29 അധ്യായത്തിൽ 43 ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് വിചാരം ചെയ്യുകയാണ്. രാമനെ ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മണവാണികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാനരന്മാർ പോയി ജനകജയെക്കുറിച്ചുള്ള വൃത്താന്തം അറിഞ്ഞു വന്നാൽ എവിടെയാണെങ്കിലും അവിടെ എത്തി എൻ്റെ പരാക്രമം കൊണ്ട് മഹാപാപിയായ രാവണനെ നിഗ്രഹിച്ച് ആനയിഷ്യാമി മൈഥിലിം, ഞാൻ ആ മൈഥിലിയെ, ആ സീതയെ ഏട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവരും.
ഇനി ഇതുകൊണ്ട് സാധിക്കില്ല തോന്നാണെങ്കിലോ, സസൈന്യം ഭരതം വാപി സമാഹൂയ സഹാനുജം, അനുജനോടുകൂടിയ ഭരതനെ, ശത്രുഘ്നെയും ഭരതനെയും സൈന്യത്തോടുകൂടി നമുക്ക് വിളിക്കാം. ഹനിഷ്യാമോ വയം ശത്രും കിം ശോചസി വൃഥാഗ്രജ, ഹേ അഗ്രജ ഏട്ടാ, അപ്പൊ നമുക്ക് ശത്രുവിനെ കൊല്ലാൻ സാധിക്കും, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നാണ്. രഘുണൈകരഥേനൈവ ജിതാ സർവാ ദിശാപുര. പണ്ട് രഘുരാജാവ്, രഘുവംശത്തിൽപ്പെട്ടവരാണല്ലോ നമ്മള്, ആ രഘു ഒറ്റയ്ക്ക് രഥത്തിൽ പോയിട്ട് ദിക്കുകളെ മുഴുവൻ ജയിച്ചു. തദ്വംശജ കഥം ശോചം, അതുകൊണ്ട് ആ വംശത്തിൽപ്പെട്ട നമ്മൾ കഥം ശോകം കർത്തുമർഹസി രാഘവ, നമ്മൾ അങ്ങക്ക് എങ്ങനെയാണ് ഈ ശോകം, ഈ ദുഃഖമുണ്ടായത് എന്ന് പോലും അത്ഭുതമാണ്. ഏകോഹം സകലാൻ ജേതും സമർത്ഥോസ്മി സുരാസുരാൻ കിം പുനഃസ സഹായോ വൈ രാവണം കുലപാംസനം. ഞാൻ ഒറ്റയ്ക്ക് സുരാസുരന്മാരെ, ദേവദൈത്യന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ ശക്തിയുള്ള പരാക്രമിയാണ്, സമർത്ഥനാണ്. കിംപുന സഹായോ വൈ, അപ്പൊ പിന്നെ സഹായിക്കാൻ ആളുകളുള്ളപ്പോ രാവണം കുലപാംസനം, കുലദ്രോഹിയായിരിക്കുന്ന രാവണനെ കൊല്ലാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ രാവണനെ ജയിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ്. ജനകം വാ സമാനീയ സാഹായേ രഘുനന്ദന, വേണമെങ്കിൽ നമുക്ക് ജനകനെ കൂടി സഹായത്തിന് കൂട്ടത്തിൽ വിളിക്കാം. എന്നിട്ടോ ഹനിഷ്യാമി ദുരാചാരം രാവണം സുരകണ്ഠകം, ആ സുരകണ്ഠകനായിരിക്കുന്ന ദേവന്മാർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന രാവണനെ, ദുരാചാരിയായിരിക്കുന്ന രാവണനെ ഞാൻ കൊല്ലും. സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യാനന്തരം സുഖം, സുഖം കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം കഴിഞ്ഞാൽ വീണ്ടും സുഖം ഉണ്ടാവും. ചക്രനേമിരിവൈകം തന്നഭവേദ് രഘുനന്ദന, ഈ ചക്രം മുകളിലേക്ക് ഇങ്ങനെ ഉയരും, അതിൻ്റെ താഴത്തേക്ക് പോകും, പിന്നെ വീണ്ടും മുകളിലേക്ക് വരും, വീണ്ടും താഴത്തേക്ക് വരും. ഇതേപോലെയാണ് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും, ഒന്നും സ്ഥിരമായി നിൽക്കില്ല. എപ്പോഴും സുഖം എപ്പോഴും ദുഃഖം, അങ്ങനെയില്ല. സുഖദുഃഖങ്ങൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മാറി മാറി വരും. മനോതി കാതരം യസ്യ സുഖദുഃഖ സമുദ്ഭവേ സ ശോകസാഗരേ മഗ്നോ ന സുഖി സ്യാൽ കദാചന. സുഖദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ മനസ്സ് ചഞ്ചലമാകുന്നുണ്ടെങ്കിൽ അവൻ ദുഃഖസമുദ്രത്തിൽ മുങ്ങിപ്പോവും. ന സുഖീ സ്യാൽ കദാചന, ഒരിക്കലും അവന് സുഖിക്കാൻ സാധിക്കില്ല. ഇന്ദ്രേണ വ്യസനം പ്രാപ്തം പുരാവൈ രഘുനന്ദന, ഹേ രഘുനന്ദന, പണ്ട് ദേവേന്ദ്രന് പോലും ദുഃഖം ഉണ്ടായിട്ടുണ്ട്. നഹുഷ സ്ഥാപിതോ ദേവൈ സർവൈർ മഖവതപ്പതേ, ദേവന്മാരൊക്കെ കൂടി ഭൂമിയിൽ നിന്ന് നഹുഷനെ കൊണ്ടുപോയി ദേവേന്ദ്രന്റെ സ്ഥാനത്ത് അവിടെ ഇരുത്തി. എന്നിട്ടോ സ്ഥിത പങ്കജമധ്യേ ച ബഹുവർഷഗണാനപി അജ്ഞാതവാസം മഖവ ഭീതസ്ത്യക്വാ നിജംബദം, ഭയപ്പെട്ട് തൻ്റെ പദവിയും ഒക്കെ ഉപേക്ഷിച്ച് താമരയ്ക്കുള്ളിൽ അനേക സംവത്സരം, ഈ സമയത്ത് ബ്രഹ്മഹത്യാപാത്തെ പാപത്തെ പേടിച്ച് ദേവേന്ദ്രൻ മഹാലക്ഷ്മിയുടെ താമരത്തണ്ടിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ദേവേന്ദ്രന് പോലും അജ്ഞാതവാസം വേണ്ടി വന്നു എന്നുള്ളത് അങ്ങക്കറിയാമല്ലോ. പിന്നെയോ പുനഃപ്രാപ്തം നിജം സ്ഥാനം, സ്വസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു, അത് തിരിച്ചു കിട്ടി അല്ലേ. കാലേ വിപരിവർത്തിതേ, കാലം അനുകൂലമായപ്പോ ആ സ്ഥാനം അതേപോലെ തിരിച്ചു കിട്ടി. സ്ഥാനം കിട്ടിയ ആളോ നഹുഷ പതിതോ ഭൂമോ ശാപാദ അജഗരാകൃതി, അജഗരത്തിന്റെ രൂപം സ്വീകരിച്ച് പെരുമ്പാമ്പായി മാറി ഭൂമിയിലേക്ക് തന്നെ അധപ്പതിക്കുകയും ചെയ്തു നഹുഷൻ. അപ്പൊ ആദ്യം ദേവേന്ദ്രന് ദുഃഖം ഉണ്ടായെങ്കിൽ ദേവേന്ദ്രന് സുഖം ഉണ്ടായപ്പോ ആദ്യം സുഖമുണ്ടായ നഹുഷന് ദുഃഖമായി. അപ്പൊ ഇത് ഈ സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യാനന്തരം സുഖം, ഇത് ലോകത്തിന്റെ രീതിയാണ്. ഇന്ദ്രാണിം കാമയാനസ്തു ബ്രാഹ്മണാനവമന്യ ച അഗസ്ത്യകോപാൽ സഞ്ജാത സർപ്പദേഹോ മഹീപതി. എന്തുകൊണ്ടായി രാജാവിന് മഹീപതിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്? ഇന്ദ്രാണിയെ കാമിച്ചു, ബ്രാഹ്മണരെ നിന്ദിച്ചു, ഇത് രണ്ടും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട്
അഗസ്ത്യകോപമുണ്ടായി. ആ അഗസ്ത്യകോപം കൊണ്ടാണ് രാജാവ് സർപ്പമായി തീർന്നത്. അഗസ്ത്യനെ ചവിട്ടി അല്ലേ? ആ കാമാതുരനായി ഇന്ദ്രാണിയെ, ശചീദേവിയെ പ്രാപിക്കാൻ പുറപ്പെട്ട അഭിനവ ദേവേന്ദ്രന്, നഹുഷന് അഗസ്ത്യൻ മെല്ലെയാണ് നടക്കുന്നത് എന്ന് തോന്നി. സർപ്പ എന്ന് പറഞ്ഞു എന്നും അദ്ദേഹം അത് തന്നെ തിരിച്ചു പറഞ്ഞു. വളരെ വേഗത്തിൽ ഒരു സർപ്പമാവുകയും ചെയ്തു. സർപ്പ എന്ന് പറഞ്ഞാൽ വേഗം എന്നർത്ഥമുണ്ട്. അപ്പൊ സർപ്പ എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ്. പക്ഷേ അഗസ്ത്യൻ തിരിച്ചു പറഞ്ഞു സർപ്പ എന്ന് പറഞ്ഞപ്പോൾ വേഗം സർപ്പമാവട്ടെ എന്നാണ്. അങ്ങനെ സർപ്പമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തസ്മാച്ഛോകോ ന കർത്തവ്യോ വ്യസനേ സതി രാഘവ. അതുകൊണ്ട് വ്യസനമുണ്ട് എന്ന് കരുതിയാൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഉദ്യമേ ചിത്തമാസ്ഥായ സ്ഥാതവ്യം ഹി വിപശ്ചിത. അറിവുള്ളവര് എപ്പോഴും ഉദ്യമത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. തങ്ങൾ ഉദ്ദേശിച്ച കാര്യം, ഇപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? സീതയെ അപഹരിച്ചവനെ നിഗ്രഹിക്കുക, സീതയെ തിരിച്ചു കൊണ്ടുവരിക അല്ലേ? സർവജ്ഞോസി മഹാഭാഗ, അങ്ങ് സർവജ്ഞനാണ്. സമർത്ഥോസി ജഗൽപതേ, ലോകത്തിന്റെ മുഴുവൻ പതിയായിരിക്കുന്ന സമർത്ഥനുമാണ് അങ്ങ്. കിം പ്രാകൃതൈവാത്യർത്ഥം പുരുഷേ ശോകമാത്മനി. അങ്ങനെയുള്ള അങ്ങ് കേവലം ഒരു പ്രാകൃതനെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇത്തരത്തിൽ എന്തിനാണ് സ്വയം ദുഃഖിക്കുന്നത്? ലക്ഷ്മണന്റെ വാക്ക് വേദവ്യാസം പറയാണ്, ഇതി ലക്ഷ്മണവാക്യേന ബോധിതോ രഘുനന്ദന ത്യക്ത്വാ ശോകം തഥാത്യർത്ഥം ബഭൂവ വിഗതജ്വര. ഇങ്ങനെ ലക്ഷ്മണവാക്യേന, ലക്ഷ്മണന്റെ വാക്ക് കേട്ടിട്ട്, ബോധിതോ രഘുനന്ദന, രഘുനന്ദനായിരിക്കുന്ന രാമൻ ബോധവാനായി തീർന്നു. ത്യക്ത്വാ ശോകം തഥാത്യർത്ഥം ബഭൂവ വിഗതജ്വര, രാമൻ ഉത്കടമായിരിക്കുന്ന ആ ശോകത്തെ ഉപേക്ഷിച്ചു. അത് പോയപ്പോൾ തന്നെ മനസ്സ് ശാന്തമായി, ശാന്തചിത്തനായി തീർന്നു ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറയുന്നിടത്താണ് ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നത്. നാളെ നമുക്ക് 30-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അവിടെ രാമൻ ചെയ്യുന്ന ആ അംബികാവ്രതം, അതിൻ്റെ ഉപദേശമൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.